സംഖ്യാപുസ്തകം അദ്ധ്യായം 9. അവർ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ടു പോന്നതിന്റെ 2-ാം സംവത്സരം 1-ാം മാസം യഹോവ സീനായി മരുഭൂമിയിൽവച്ച് മോശെയോട് ഇപ്രകാരം അരുളിച്ചെയ്തു. യിസ്രായേൽ മക്കൾ പെസഹ അതിന് നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം 14-ാം തീയതി വൈകുന്നേരം അത് ആചരിക്കണം. അതിന്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി നിങ്ങൾ അത് ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് മോശെ യിസ്രായേൽ മക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് സീനായി മരുഭൂമിയിൽവച്ച് പെസഹ ആചരിച്ചു. യഹോവ മോശെയോട് കല്പിച്ചതുപോലെ യിസ്രായേൽ മക്കൾ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യന്റെ ശവത്താൽ അശുദ്ധരായി തീർന്നിട്ട് ആ നാളിൽ പെസഹ ആചരിക്കുവാൻ കഴിയാത്ത ചിലർ ഉണ്ടായിരുന്നു. അവർ അന്ന് തന്നെ മോശെയുടെയും അഹരോന്റെയും മുമ്പാകെ വന്ന് അവനോട്, ഞങ്ങൾ ഒരുവന്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് യിസ്രായേൽ മക്കളുടെ ഇടയിൽ യഹോവയുടെ വഴിപാട് കഴിക്കാതിരിക്കുവാൻ ഞങ്ങളെ ഒഴിവാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. മോശെ അവരോട്, നില്പീൻ, യഹോവ നിങ്ങളെക്കുറിച്ച് കല്പിക്കുന്നത് എന്ത് എന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നീ യിസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിലോ നിങ്ങളുടെ സന്തതികളിലോ ആരെങ്കിലും ശവത്താൽ അശുദ്ധനാകുകയോ ദൂരയാത്രയിൽ ആയിരിക്കുകയോ ചെയ്താലും അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ അത് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കൈപ്പുചീരയോടും കൂടി അത് ഭക്ഷിക്കണം. രാവിലത്തേക്ക് അതിൽ ഒന്നും ശേഷിപ്പിക്കരുത്. അതിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. പെസഹയുടെ ചട്ടപ്രകാരം അവർ അത് ആചരിക്കണം. എന്നാൽ ശുദ്ധിയുള്ളവനും യാത്രയിൽ അല്ലാത്തവനുമായ ഒരുത്തൻ പെസഹ ആചരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവനെ അവന്റെ ജനത്തിൽനിന്ന് ഛേദിച്ച് കളയണം. നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കായ്കകൊണ്ട് അവൻ തന്റെ പാപം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്നുപാർക്കുന്ന ഒരു പരദേശിക്ക് യഹോവയുടെ പെസഹ ആചരിക്കണമെങ്കിൽ പെസഹയുടെ ചട്ടത്തിനും നിയമത്തിനും വിധേയമായി അവൻ ആചരിക്കണം. പരദേശിക്കാകട്ടെ സ്വദേശിക്കാകട്ടെ നിങ്ങൾക്ക് ഒരു ചട്ടം തന്നെ ആയിരിക്കണം. തിരുനിവാസം ഉയർത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അത് എല്ലായ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘമായും രാത്രി അഗ്നിപ്രകാശമായും അതിനെ മൂടിയിരുന്നു. മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ യിസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നയിടത്ത് അവർ പാളയമിറങ്ങും. യഹോവയുടെ കല്പന പോലെ യിസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും പാളയമിറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോൾ എല്ലാം അവർ പാളയമടിച്ച് താമസിക്കും. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെനാൾ നിലകൊണ്ടപ്പോൾ യിസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ കല്പനയ്ക്കായി കാത്തിരുന്നു. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെനാൾ ഇരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കല്പന പോലെ പാളയമിറങ്ങിയിരിക്കും. പിന്നെ യഹോവയുടെ കല്പന പോലെ യാത്ര പുറപ്പെടും. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ്സുവരെ ഇരിക്കും. പ്രഭാതകാലത്ത് മേഘം പൊങ്ങി എങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും. പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ നിലയുറപ്പിച്ചാൽ യിസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. യഹോവയുടെ കല്പന പോലെ അവർ പാളയമിറങ്ങുകയും യാത്ര പുറപ്പെടുകയും ചെയ്യും. മോശെ മുഖാന്തരം യഹോവ കല്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു.